എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വിഷൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ ഇപ്പോഴത്തെ ലൈഫിനെ പറ്റിയുള്ള അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയാം. ഇത് പറയാൻ കാര്യം നമ്മൾ ജീവിതത്തിലെല്ലാവരും പലതരം പ്രശ്നങ്ങളിൽപ്പെട്ട് മാനസികമായിട്ടും അല്ലാതെയും ബുദ്ധിമുട്ടുന്നത് നമ്മളുടെ സത്യം മനസ്സിലാക്കാതെ പോയതുകൊണ്ട് മാത്രമാണ് എന്ന ഒരു വിശ്വാസം ഇപ്പോൾ എനിക്കുള്ളത് കൊണ്ടാണ്. കാര്യം എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സത്യമാണത്. അതിപ്പം ആരൊക്കെ കേൾക്കുമെന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓപ്പൺനെസ്, അതിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് എല്ലാവരുടെയും സത്യമാണ് എന്നെനിക്ക് തോന്നി. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്കും ഇങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് ഹെൽപ്ഫുള്ളാകാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത്. ദൈവം എല്ലാത്തിൻ്റെയും ഉറവിടം, നമ്മുടെയും ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും, നക്ഷത്രങ്ങളുടെയും ഭൂമിയിലെ എല്ലാത്തിൻ്റെയും ഉറവിടം, ഭൂമിയിൽ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം ദൈവം എന്ന് പറഞ്ഞ എനർജിയാണ്. നമ്മളുടെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്, നമ്മളുടെ ആത്മാവെന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഉള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ എനർജി ഒരു ലൈറ്റ് എനർജിയാണ്. കാര്യം ഭൂമിയിൽ ലൈഫ് ഉണ്ടായേക്കുന്നത് തന്നെ ലൈറ്റിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം നമുക്ക് ഇവിടെ നക്ഷത്രങ്ങളിൽ ഏറ്റവും അടുത്തുള്ളൊരു നക്ഷത്രമാണ് സൂര്യൻ. നമ്മളുടെ ഇതിലുള്ള നക്ഷത്രമാണ് സൂര്യൻ. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്തി, ആ പ്രകാശത്തിൽ നിന്ന് ഭൂമിയിൽ ഉണ്ടായതാണ് ലൈഫ് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലൊരു എനർജി ഉണ്ട്. നമുക്ക് ആ എനർജിയുമായിട്ട് നമുക്കൊരു ആക്സസ് കിട്ടണം. ആ കിട്ടുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഉള്ളിലെ എനർജി എന്താണ്, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വന്നു, നമ്മളുടെ ഒറിജിൻ എവിടെ നിന്നാണ് എന്നത്. ഒരു ചെറിയ കഥ പോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഭൂമിയിൽ ദൈവം ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ആകാശത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വളരെ ദൂരത്ത് നിന്ന് മിന്നിക്കളിച്ചുകൊണ്ടിരുന്ന നക്ഷത്രങ്ങൾക്ക് ലാസ്റ്റ് ഭൂമിയിലെത്തി പരസ്പരം കാണാനും സംസാരിക്കാനും നമുക്ക് പറയാൻ ആഗ്രഹിച്ച കഥകൾ പറയാനുമുള്ള ഒരു സ്ഥലം എന്നതുപോലെ ഭൂമിയിൽ ലൈഫ് ക്രിയേറ്റ് ചെയ്തു. ഒരു ഫുൾ സ്ക്രിപ്റ്റഡ് മൂവി എന്ന് പറയുന്ന പോലെ അതേപോലെ ഒരു ലൈഫ് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണ്. ഒരു ഹാപ്പി എൻഡിങ് മൂവിയാണ് ഇത് ഓൾറെഡി. ലൈഫ് അങ്ങനെയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ സത്യമാണ്, സ്നേഹമാണ്. ഒരിക്കലും ഒരു ഹാപ്പി എൻഡിങ് അല്ല ഒരു സാധനം ദൈവം ചെയ്യില്ല. അപ്പം ഓൾറെഡി സ്ക്രിപ്റ്റഡായ ഈ മൂവിയിലേക്ക് ഓരോ ക്യാരക്ടേഴ്സ്, ആദ്യം തൊട്ട് ഓരോ ക്യാരക്ടേഴ്സ് വന്നപ്പോൾ ഓരോ നക്ഷത്രങ്ങൾ മുന്നോട്ട് വന്നു ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട്. അന്ന് വരുന്നതിന് മുമ്പ് ക്യാരക്ടേഴ്സിനെ ഈച്ച് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എന്താണെന്ന് സ്ക്രിപ്റ്റ് കാണിച്ചു. ഹോൾ മൂവി ലൈഫ് എന്താണെന്നുള്ളത് മൊത്തം കാണിച്ചു. ഏതൊക്കെ ലൈഫിലൂടെ എന്തൊക്കെ ക്യാരക്ടറിലൂടെ കടന്നു പോകേണ്ടി വരും എല്ലാം കാണിച്ചു. അപ്പോൾ നക്ഷത്രമാണ്, ആ എനർജിയാണ്, ദൈവം തന്നെയാണ്. അതിന് ഇതൊന്നും നിസ്സാരമായിരുന്നു. എന്തിന്, ഏറ്റവും നല്ലൊരു ചാൻസാണ് ഭൂമിയിൽ വന്ന് മറ്റുള്ള നക്ഷത്രങ്ങൾ നേരിട്ട് കാണാൻ. നമുക്ക് ഇവിടാണ് സെൻസുകളുള്ളത്. നമുക്ക് ബാക്കിയുള്ളവരെ അടുത്ത് കാണാനും സ്നേഹിക്കാനും എല്ലാത്തിനും ഉള്ളൊരവസരം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഓരോ നക്ഷത്രങ്ങളും ഓരോ റോൾ ഏറ്റെടുത്തു. പ്രശ്നം സംഭവിച്ചത് ഇവർ ഭൂമിയിലെത്തിക്കഴിഞ്ഞപ്പോൾ, ഇവർ ജീവിച്ചു തുടങ്ങിയപ്പോൾ നക്ഷത്രങ്ങളാണെന്നുള്ള കാര്യങ്ങൾ മറന്നുപോയി. പകരം ഓരോ ക്യാരക്ടേഴ്സ് അതായി മാത്രം മാറി. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ, ഏതാ ഒരു മൂവി ഓർമ്മ വരുന്നില്ലല്ലോ ഇത്രയധികം ഇഷ്ടപ്പെട്ട, അല്ലെ ലാലേട്ടൻ അല്ലെ മമ്മൂട്ടി ആയാലും ഏതെങ്കിലും ഒരു വളരെ നല്ല രണ്ട് ആക്ടേഴ്സ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് ആക്ടേഴ്സാണ്. അപ്പോൾ ഇവർക്ക് ഏത് റോള് കൊടുത്താലും ഈസിയാണ്. അപ്പം അങ്ങനെയുള്ള രണ്ട് നടന്മാർക്ക്
വളരെ ചെറിയൊരു റോൾ കൊടുത്ത് അവരെന്തായിരിക്കും പറയുന്നത്, ഇത് വളരെ നിസ്സാരം എന്ന് പറഞ്ഞിട്ട്. അതേ കണക്ക് നമുക്ക് അത്രയും പവർഫുള്ളായിട്ടുള്ള നക്ഷത്രങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ലായിരുന്നു. എൻ്റെ പർപ്പസ് നോക്കിയപ്പോൾ ഇതാണ് ഒരു ചാൻസ്, എല്ലാവരെയും അടുത്ത് കാണാൻ, സംസാരിക്കാൻ ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പ്രശ്നം പറ്റിയത് ഇപ്പം ലാലേട്ടൻ ആടുതോമയായിട്ട് അഭിനയിച്ച്, അപ്പോൾ ലാലേട്ടനാണെന്നുള്ള കാര്യം മറന്നിട്ട് ആടുതോമയായി കഴിഞ്ഞ് സിനിമ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് സെറ്റ് കഴിഞ്ഞിട്ട് ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോഴും ആടുതോമയായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? അതാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും പറ്റിയത്. നമ്മൾ നക്ഷത്രങ്ങളാന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാരക്ടേഴ്സ് മാത്രമായി. അതിൽ ഉണ്ടായ പ്രശ്നം നമ്മൾ നമ്മളെ തന്നെ മറന്നപ്പോൾ നമുക്ക് ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം. ഈ സത്യത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ലൈഫ് തരുന്ന ഓരോ അതാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ സ്ട്രഗിൾസും ലൈഫിൽ നമ്മുടെ ഉള്ളിലെ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള ഓരോ ചലഞ്ചസാണ്. ഈ ചലഞ്ചിനപ്പുറം നമ്മൾ ഇമോഷനെല്ലാം മാറ്റി വെച്ച് അത് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരു ആൻസറുണ്ട്. അത് നമ്മളുടെ ആവശ്യമില്ലാത്ത നമ്മുടെ ലൈഫിൽ ഫോം ചെയ്തിട്ടുള്ള ഓരോ ഇമോഷൻസ് ഉണ്ടല്ലോ, ഈഗോ, ആങ്സൈറ്റി, ഫിയർ, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നമ്മുടെ ഉള്ളിലെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്, സത്യമാണ്, ദൈവമാണ്. ദൈവത്തിൻ്റെ എനർജിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ എനർജിയിലേക്ക് തിരിച്ചെത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യമില്ലാത്ത നമ്മുടെ സ്വഭാവത്തിലും നമ്മളുടെ എല്ലാത്തിലും ജീവിതത്തിലും ഫോം ആയിരിക്കുന്ന എല്ലാം നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതെടുത്ത് മാറ്റിയാലേ നമുക്ക് തിരിച്ച് സത്യവും സ്നേഹവും ആവാൻ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിലെ സത്യം അറിയാനും പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം. അങ്ങനെ തിരിച്ച് ഈ കഥ പറയാനും കാര്യം ഇതാ, തിരിച്ച് നമ്മളുടെ സത്യം അറിയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ലാതായി മാറും. കാര്യം നമ്മുടെ പുറമേയുള്ള ചുറ്റുപാട് മാറുമെന്നല്ല പറയുന്നത്. നമ്മളുമായിട്ടുള്ള നമുക്ക് നമ്മളെ കിട്ടും. നമുക്ക് നഷ്ടമായിരിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ കിട്ടുമ്പോൾ നമുക്ക് ജീവിതമായിട്ട് നമ്മളുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഡീപ്പനാകും. അപ്പോൾ നമ്മളുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന വെച്ചാൽ ധൈര്യമാണ്. നമ്മളെന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന നിമിഷത്തിൽ നമുക്ക് കിട്ടുന്ന ധൈര്യമാണ് എന്തും ഫേസ് ചെയ്യാനുള്ള. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതെന്നൊക്കെ നിസ്സാരം. ജീവിതത്തിൽ ഒരു ഇതും മാറ്റണമെന്ന് നമ്മൾ പറയത്തില്ല. ഇതാ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഈ ഒരു ഇമോഷനും ഇതും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നത്. നമ്മളുടെ വലിയ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സമയമാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് പാട്ടും പാടി ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ലൈഫിൽ അത്ര ഓതൻറ്റിക്കായിട്ട് നമ്മൾ ജീവിക്കും. നമുക്ക് ട്രൂ ആയിട്ട്, ബാക്കിയുള്ളവർക്ക് ട്രൂ ആയിട്ട്, എല്ലാവരും എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു സത്യം അറിഞ്ഞ് നമ്മൾ ജീവിക്കും. ഇതെല്ലാം അറിഞ്ഞ് നമ്മളുടെ ഉള്ളിലെ പ്രകാശം നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് ഈ ഒരു പ്രകാശം നമ്മളെ ഒരു യാത്ര കൊണ്ടുപോകും. ആ യാത്രയിൽ നമുക്ക് എല്ലാവർക്കുമായിട്ടൊരു യുണീക്ക് സ്റ്റോറി, ഓരോരുത്തർക്കും ഓരോ സ്റ്റോറിയാണ്. ഓരോ പ്രകാശത്തിനും പറയാനുള്ള ഓരോ സ്റ്റോറിയാണ്. ഓരോ നക്ഷത്രത്തിനും പറയാനുള്ള ഓരോ സ്റ്റോറിയാണ്. അപ്പം നമുക്ക് എവിടുന്ന് വന്നു, ഏത് നക്ഷത്രമാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സ്റ്റോറി എന്ത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. നമുക്ക് ജീവിതത്തിനെ പറ്റിയുള്ള സംശയം അറിയാം. A to Z കണ്ട ആൾക്കാരാണ് നമ്മൾ. ഈ ജീവിതത്തിൻ്റെ ബിഗിനിങ് ടു എൻഡ് നമ്മളുടെ ക്യാരക്ടർ എന്ത്, എത്രയത്. ബാക്കി എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്. കാര്യം എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള സെയിം ആൾക്കാർ തന്നെയാണ്, സെയിം സ്റ്റാർസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും സെയിം എനർജിയാണ്. അതറിഞ്ഞു കഴിഞ്ഞുള്ള ഗുണം നമ്മളുടെ ഉള്ളിലെ ഈഗോയും ഫിയറും എല്ലാം മാറ്റി വെച്ച് നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ നല്ലൊരു ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. എല്ലാവരെയും മനസ്സിലാക്കുന്ന സമയത്ത്, എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ആരോടും ഒരു ഇതും തോന്നില്ല. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഹെവൻ. ഇതാണ് നമ്മളുടെ ഒരേ ഒരു ചാൻസ്. നമുക്ക് എല്ലാവർക്കും അടുത്തടുത്ത് കാണാനും സംസാരിക്കാനും കഥകൾ പറയാനും സ്നേഹിക്കാനും എല്ലാം ഉള്ളത്. എല്ലാത്തിൻ്റെയും ഇതിലും ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം ദൈവം എന്ന് പറഞ്ഞൊരു സോഴ്സ്. അത് പല
നക്ഷത്രങ്ങളായി ഭൂമിയിൽ പല ഇത് രൂപങ്ങളിലായി പല രൂപങ്ങളിലായി മാറിയ ഒരെനർജിയുടെ തന്നെ അറിയാനുള്ള, തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പ്ലേ ആണ് ലൈഫ്. ഒരാളുടെ തന്നെ പല ഭാവത്തിൽ പല രൂപത്തിൽ അതിലെ എല്ലാം ഒരു വ്യക്തി. അതാണ് ലൈഫ്, അതാണ് നമ്മൾ, അതാണ് നമ്മുടെ സത്യം. ഇതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ സ്റ്റോറി. നമ്മൾ ഓരോരുത്തരും ലൈഫിൽ ഓരോ സ്ഥലത്ത് എത്തിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്കിത് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളുടെ ലൈഫ് ഓൾറെഡി ഒരു ഹാപ്പി എൻഡിങ് സാധനം ഗോഡ് ക്രിയേറ്റ് ചെയ്തു. ദൈവം തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ എനർജി എന്ന് ദൈവത്തിൽ നിന്ന് വന്ന എനർജിയാണ്. ദൈവം തന്നെയാണ് ലൈഫ് നമ്മളിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നും മാറ്റണമെന്ന് പറയത്തില്ല. നമ്മളുടെ ആ സിറ്റുവേഷൻ അതേ കണക്ക് അക്സെപ്റ്റ് ചെയ്ത് പൂർണ്ണ ധൈര്യത്തോടെ ജീവിക്കാനുള്ളൊരിതാണ് കിട്ടുന്നത്. ഇത് ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ജീവിതത്തിലെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്തത് നമ്മൾ വിചാരിച്ച പൈസയുടെ കുറവ് കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന എല്ലാം നമ്മളുടെ തോന്നൽ മാത്രമാണ്. എല്ലാം ഒരു ഇല്യൂഷനാണ്. യഥാർത്ഥ സത്യം ഇതറിയുന്ന നിമിഷം ഇതെല്ലാം മാറും. പ്രശ്നങ്ങൾ അവിടെ കാണും, പക്ഷേ അത് ഫേസ് ചെയ്യാൻ എനിക്കൊരു മടിയും കാണില്ല എന്ന് പറഞ്ഞ് പൂർണ്ണ ധൈര്യത്തെ ജീവിതത്തിലേക്ക് ഇറങ്ങി എല്ലാവരോടും സ്നേഹത്തോടെ നമ്മുടെ ഉള്ളിലെ ശാന്തതയിൽ, സമാധാനത്തിൽ, നമ്മളുടെ അതിൽ നമുക്കൊരു നല്ല ജീവിതം ഇവിടെ ജീവിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇതെല്ലാവരോടും ഷെയർ ചെയ്യാൻ കാരണം ഇതെല്ലാവരും അറിയണം. എല്ലാവരും അവരവരുടെ ശാന്തതയിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ തങ്ങളെ തന്നെ അറിഞ്ഞ്, തങ്ങളുടെ ഉള്ളിലെ സത്യം അറിഞ്ഞ്, തങ്ങളുടെ ഉള്ളിലെ പ്രകാശം അറിഞ്ഞ് ആ പ്രകാശത്തിൻ്റെ സ്റ്റോറി മനസ്സിലാക്കി ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യർ എത്രത്തോളം പവർഫുള്ളാണ്. അങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ നിസ്സാര ജീവിതത്തിൽ നമ്മൾ ഇതാക്കുന്നത്. ഇത് ഈ സത്യം എല്ലാവരും അറിയുന്നൊരു ദിവസമുണ്ട്. ഇപ്പം എനിക്കും സത്യം അറിയണമെന്ന് ദൈവത്തിനല്ലെങ്കിൽ ലൈഫിന് തന്നെ നിർബന്ധമുള്ളൊരു സമയം. എല്ലാവരും ലൈഫിൽ പല സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ. മാസ് അവേക്കനിങ്, പലരും സത്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നൊരു ടൈം. എനിക്ക് അവേക്കനിങ് ഇതൊക്കെ എനിക്ക് എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ നമ്മളിലേക്ക് കൂടുതൽ അടുക്കുന്നു. നമ്മളിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭാരങ്ങൾ ഓരോന്നായി ഒഴിവാകുന്നു. ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവരോടും അടുപ്പമാണ് തോന്നുന്നത്. നമ്മളിൽ നിന്ന് അകലുമ്പോഴാണ് ബാക്കിയുള്ളവരോട് നമുക്കൊരു അകൽച്ച തോന്നുന്നത്. നമ്മൾ വിചാരിക്കും പല റീസണാണെന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ലൈഫിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും, നടക്കുന്നതിനും എല്ലാത്തിനും ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് ഉള്ള 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ലൈഫിൽ നമുക്കോരോ പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിനപ്പുറം അത് ഫീൽ ചെയ്തിട്ട് ഒരു നിമിഷം ഒരു ശാന്തതയിൽ ഇരുന്നിട്ട് ചോദിക്കുക, ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്തിന്, ഇതെന്നെ എന്താണ് പഠിപ്പിക്കാൻ നോക്കിയത്. അതിൽ നിന്ന് അപ്പോൾ അല്ലെങ്കിൽ ലൈഫ് നമുക്ക് ഉത്തരം തരുന്നൊരു സമയമുണ്ട്. ആ ഉത്തരം നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഇത് നിന്ന് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കുമ്പോൾ ലൈഫ് തന്നെ ഓരോ സൈൻ തരും. ഇത് നമ്മളുടെ ഉള്ളിലെ സത്യത്തിലേക്ക് വരുന്നതാണ്. മനസ്സിലെ സമാധാനം കൂടും. നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഇതിൽ ഉള്ളിലാണ് സത്യം. അതിൽ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. അത് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക, നിങ്ങളുടെ പ്രകാശം കണ്ടെത്തുക. ബൈബിളിലും പറയുന്നുണ്ട്, യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ പ്രകാശമെന്ന്. നമ്മളാണ് ലോകത്തിൻ്റെ പ്രകാശം. നമ്മളാണ് ഈ ലോകത്തിൻ്റെ നക്ഷത്രങ്ങൾ. നമ്മളുടെ സ്വർഗത്തിലാണുള്ളത്. ഇവിടെയാണ് നമുക്ക് പരസ്പരം കാണാനും കേൾക്കാനും സ്പർശിക്കാനും സ്നേഹിക്കാനും എല്ലാത്തിനുമുള്ള ചാൻസ് ഉള്ളത്. ഈ ചാൻസ് നമ്മളെന്താണെന്നറിഞ്ഞ് മനോഹരമായിട്ട് എല്ലാവരും ഉപയോഗിക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹവും ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശവും. എല്ലാവർക്കും എൻ്റെ മൈ ബെസ്റ്റ്.